മുതിർന്ന ലീഗ് നേതാവ് MK മുനീറിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി VD സതീശൻ. രാവിലെ പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളെ കാണുകയും ചെയ്തിരുന്നു. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. AK അഭിലാഷ്, മുഖ്യമന്ത്രിയായതിനു ശേഷം പാണക്കാട്ടേക്കുള്ള സന്ദർശനം, ഹൃദ്യമായ സ്വീകരണം, MK മുനീറിനെയും വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുന്നു. രാഷ്ട്രീയം, സൗഹൃദം, മറ്റെന്തൊക്കെ വിഷയങ്ങൾ? അതോ കോഴിക്കോട്ട് എത്തിയതിനു ശേഷം ആദ്യം അദ്ദേഹം സന്ദർശിച്ചത് MK മുനീറാണ്. മുൻ MLA കൂടിയാണ്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദ്യമായി മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. ഏതായാലും ഇത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തന്നെ പാണക്കാട്ട് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത്. കോഴിക്കോട്ട് എത്തിയപ്പോഴാണ് ഇപ്പോൾ MK മുനീർ നിരവധി പരിപാടികളാണ് ഇപ്പോൾ ഇന്ന് കോഴിക്കോട്ടുള്ളത്. റഹീമിന്റെ വീട്ടിലടക്കം എത്തുമെന്ന് അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു വീടുകളിലൊക്കെ സൗഹൃദ സന്ദർശനം ഉണ്ടാവും എന്നുള്ള വിവരവും നൽകിയിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ കോഴിക്കോട്ടെത്തിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത്. പ്രധാനമായും ED അന്വേഷണവുമായി ബന്ധപ്പെട്ട്, റെയ്ഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ 8 തവണയും അദ്ദേഹം അതിനോട് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വെച്ച്, കോഴിക്കോട് വെച്ച് ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടാവുമോ എന്നതാണ് ഏറ്റവും കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും മുഖ്യമന്ത്രി VD സതീശനെതിരെ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ശേഷമാണ് ഇത്തരത്തിൽ റെയ്ഡ് നടന്നതെന്നും അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് കൂടി ഉണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങളായിരുന്നു അദ്ദേഹം നേരിട്ടത്. പക്ഷേ അതിനൊന്നും അദ്ദേഹം ഈ ദിവസം വരെ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല, ഈ മണിക്കൂർ വരെ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് ഇവിടെ കോഴിക്കോട് എത്തുമ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടാവുമോ എന്നതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതേസമയത്ത് വിവിധ നേതാക്കളുമായി ഒക്കെ സാംസ്കാരിക പ്രവർത്തകരുമായി ഒക്കെ അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ BM വിനു അടക്കമുള്ള ആളുകൾ ഇപ്പോൾ MK മുനീറിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി സാംസ്കാരിക പ്രവർത്തകരുമായി അദ്ദേഹം കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് പെരുന്നാൾ ദിനമാണ്. ആ ഒരു സുദിനത്തിലാണ് ഇന്നിപ്പോൾ അദ്ദേഹം മലബാറിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോഴും MK മുനീറിനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. MK മുനീറിന്റെ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ പുറത്തേക്ക് ഇറങ്ങി വന്ന് MK മുനീർ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പാണക്കാട്ടും MK മുനീറിന്റെ വീട്ടിലും സന്ദർശനം നടത്തി മുഖ്യമന്ത്രി VD സതീശൻ.